കൊള്ളേണ്ടിടത്ത് കൊള്ളിച്ചും കൊടുക്കേണ്ടിടത്ത് കൊടുത്തും തിരുവല്ലയിൽ പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ പ്രസംഗം. ശബരിമല സ്വർണ്ണ കവർച്ച, ഡീൽ ആരോപണം, FCRA തുടങ്ങിയ വിഷയങ്ങളിൽ ഇടത് വലത് മുന്നണികളുടെ നുണപ്രചാരണങ്ങൾ പ്രധാനമന്ത്രി പൊളിച്ചടുക്കി. 10,000-കണക്കിന് പ്രവർത്തകരാണ് പ്രധാനമന്ത്രിയുടെ പൊതുസമ്മേളനത്തിൽ തിരുവല്ലയിൽ അണിനിരന്നത്. मैं भगवान श्री वल्लभन के चरणों में प्रणाम करता हूं। तिरुवल्ला की इस पवित्र धरती से मैं सबरीमला तीर्थ को और स्वामी अयप्पा को भी प्रणाम करता हूं। ശ്രീവല്ലഭസ്വാമിയെയും അയ്യപ്പസ്വാമിയെയും നമസ്കരിച്ചു തുടങ്ങിയ പ്രസംഗത്തിൽ പിന്നീടങ്ങോട്ട് കുറിക്കുകൊള്ളുന്ന വിമർശനങ്ങളും നുണപ്രചരണങ്ങളുടെ പൊളിച്ചെഴുത്തും. ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട ജില്ലയിൽ നിന്നുകൊണ്ട് ആചാരാനുഷ്ഠാനങ്ങളെ തച്ചു തകർക്കുന്ന ഇടത് വലത് മുന്നണികളുടെ നയങ്ങളെ പ്രധാനമന്ത്രി തുറന്നുകാട്ടി. ശബരിമല സ്വർണ്ണക്കവർച്ചയുടെ ഒരറ്റത്ത് CPM ആണെങ്കിൽ മറ്റേ അറ്റത്ത് കോൺഗ്രസ് ആണ്. അയ്യപ്പസ്വാമിയുടെ ലക്ഷക്കണക്കിന് ഭക്തരുടെ കോപത്തിൽ നിന്ന് ഇവർക്ക് രക്ഷപ്പെടാനാകില്ലെന്നും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. उसमें हुए इस पाप का एक पैटर्न है। ये चोरी LDF की सरकार में हुई और इसमें चोरी करने वालों के तार कांग्रेस के शीर्ष नेताओं से जुड़े पाए गए। स्वामी अयप्पा और उनके भक्तों के आक्रोश के आगे ये लोग बच नहीं पाएंगे. CAA കൊണ്ടുവന്നപ്പോൾ പൗരത്വം നഷ്ടപ്പെടുമെന്ന് നുണപ്രചരണം നടത്തിയവർ FCRA വിഷയത്തിലും കള്ളപ്രചരണങ്ങൾ നടത്തുന്നുവെന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. FCRA के लिए झूठ फैलाना, CAA के लिए झूठ फैलाना, सुरेंद्र जैसी फिल्म के लिए झूठ फैलाना, केरलम फिल्म के लिए झूठ फैलाना, कश्मीर फाइल फिल्म के लिए झूठ फैलाना, ये झूठ फैलाने का कारोबार लेके बैठे हुए हैं. ഇടത് വലത് പാർട്ടികൾ BJPയുടെ B ടീമെന്ന് പരസ്പരം ആരോപിക്കുമ്പോൾ കേരളത്തിന്റെ പുറത്ത് ഇരുവരും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണെന്നും കേരളത്തിൽ BJPയാണ് A ടീമെന്ന് ഇരുവരും സമ്മതിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. ക്രൈസ്തവ വിശ്വാസികളെ BJPയിൽ നിന്ന് അകറ്റാൻ നടത്തുന്ന ശ്രമങ്ങളെയും പ്രധാനമന്ത്രി പൊളിച്ചു. ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഗോവയിലും കാലങ്ങളായി BJP ഭരണത്തിലിരിക്കുന്നത് ക്രൈസ്തവ ജനങ്ങൾക്ക് BJPയോടുള്ള വിശ്വാസത്തിന്റെ സൂചനയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ വികസന മുരടിപ്പും നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടി. റോഡുകളുടെ ശോച്യാവസ്ഥയും കോട്ടയം മെഡിക്കൽ കോളേജിന്റെ അപര്യാപ്തതകളും പ്രധാനമന്ത്രി പ്രസംഗത്തിൽ പരാമർശിച്ചു. കേരളത്തിന്റെ വികസന മുരടിപ്പ് മാറണമെങ്കിൽ BJP നേതൃത്വം നൽകുന്ന NDA സർക്കാർ അധികാരത്തിൽ വരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവല്ലയിലെ NDA സ്ഥാനാർത്ഥി അനൂപ് ആന്റണി തന്റെ വലം കൈയാണെന്നും അനൂപിന്റെ കഴിവിൽ തനിക്ക് വിശ്വാസമുണ്ടെന്നും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. മറ്റ് സ്ഥാനാർത്ഥികൾക്കും പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. 10,000-കണക്കിന് പ്രവർത്തകരാണ് തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിലെ പൊതുസമ്മേളനത്തിൽ അണിനിരുന്നത്. തിരുവല്ല ഉൾപ്പെടെ 11 നിയോജക മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും നേതാക്കളുമാണ് പരിപാടിയിൽ പങ്കെടുത്തത്. എത്തിയ ഓരോ പ്രവർത്തകർക്കും ആത്മവിശ്വാസവും പ്രചോദനവും ഇരട്ടിയാക്കിയാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. BJP വലിയ പ്രതീക്ഷ നിലനിർത്തുന്ന തിരുവല്ല ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വിജയപ്രതീക്ഷയും പ്രധാനമന്ത്രിയുടെ വരവോടെ ഇരട്ടിയായി. ജനം, പത്തനംതിട്ട.